ഇനി പാലക്കാട്ടേക്ക് പോയല്ലേ, അവിടെ ഈ പോത്തുണ്ടി ഡാം ഉദ്യാനത്തില് ജീവനക്കാർക്ക് സാമൂഹ്യ വിരുദ്ധരുടെ മർദ്ദനമേറ്റു എന്നൊരു പരാതി വരുന്നുണ്ട്, ഒരു വാർത്ത വരുന്നുണ്ട്. ജീവനക്കാരിയായ യുവതിയെ പറ്റി മോശമായി പറഞ്ഞതിനെ ചോദ്യം ചെയ്തതിനായിരുന്നു മർദ്ദനം. അതിന്റെ ദൃശ്യങ്ങൾ ലഭ്യമാണ്. നമുക്ക് ആദ്യം ദൃശ്യങ്ങൾ കാണാം. ഈ സംഭവത്തിൽ ഇപ്പോൾ നെന്മാറ പോലീസ് 4 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അജിത് ബാബു ഉണ്ട്. അജിത്തെ, ഇതിപ്പോ എന്താണ് അജിത്തെ സംഭവം? നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരാള് ഈ 2 പേര് വർത്താനം പറഞ്ഞ് നിൽക്കുന്നത് കാണാം. അതിനുശേഷം ഒരാൾ ഒരു പ്രകോപനവും ഇല്ലാതെ മറ്റൊരാളെ അതിക്രൂരമായി മർദ്ദിക്കുന്നതാണ്. സേതുലക്ഷ്മി, ഈ ഇവിടെ ജീവനക്കാരനാണ് അജിത്ത് എന്ന് പറയുന്ന ആള്. അദ്ദേഹത്തിന്റെ സഹോദരനാണ് സുജിത്ത്. അജിത്തിനെ കൂട്ടാനായി ജോലി കഴിഞ്ഞ് വൈകുന്നേരം അങ്ങോട്ടേക്ക് എത്തിയതാണ്, ബൈക്കിലെത്തിയതാണ്. വണ്ടികൾ കുറവായതുകൊണ്ട് കൂട്ടാനായി എത്തിയതാണ്. ആ സമയത്താണ് ഇത്തരത്തിൽ അവിടെ കൂടി നിന്ന ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരുടെ സംഘം സ്ത്രീയെ പറ്റി മോശമായി സംസാരിക്കുന്നത് കേൾക്കുന്നത്. ഈ സമയത്ത് സുജിത്ത് ഈ കാര്യം ചോദ്യം ചെയ്യുന്ന സമയത്ത് അപ്പോഴാണ് സേതുലക്ഷ്മി പറഞ്ഞ പോലെ അവിടെ നിന്ന് സംസാരിക്കുന്ന പോലെ തോന്നുന്നു. ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയല്ല എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നതോടുകൂടി ഇവർ സംഘം ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. വലിയ ഗുരുതരമായ മർദ്ദനം തന്നെയാണ് ഉണ്ടായത്. ഏകപക്ഷീയമായ ആക്രമണം എന്ന് നമുക്ക് ഈ കാര്യത്തിൽ പറയാൻ കഴിയും. കാരണം ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ഇത്തരത്തിലുള്ള അക്രമം അഴിച്ചുവിട്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഈ ജീവനക്കാർ അങ്ങോട്ടേക്ക് എത്തിയപ്പോൾ അവരെയും കൈകാര്യം ചെയ്യുന്ന രീതിയിലേക്കാണ് ഇവര് പെരുമാറുന്ന സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഇത്തരത്തിൽ ഈ സുജിത്ത് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി നെന്മാറ പോലീസ് ഇക്കാര്യത്തിൽ കേസെടുത്തിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണ്. ഏതാണെങ്കിലും ഈ പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷമാണ് എന്നുള്ള പരാതികൾ നേരത്തെ ഉയർന്നിട്ടുണ്ട്. ഏതാണെങ്കിലും ഈ വിഷയത്തിൽ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു. കൂടുതൽ ഈ വിഷയത്തിൽ CCTV ഉൾപ്പെടെ പുറത്തു വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് വേഗത്തിൽ തന്നെ പോലീസ് കേസെടുക്കുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായത്. ഏതാണെങ്കിലും വലിയ പ്രതിസന്ധി നാട്ടിൽ നേരിടുന്നുണ്ട് സാമൂഹ്യ വിരുദ്ധരിൽ നിന്ന് ഉണ്ടെന്ന് നേരത്തെ പലതവണ നമ്മളോട് ഉൾപ്പെടെ വിളിച്ച് പരാതി പറഞ്ഞിട്ടുള്ളതാണ്. ആ കാര്യത്തിൽ ഏറ്റവും കൃത്യമായ ഒരു തെളിവ് കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.